ദുൽഖർ DQ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ എന്ന് നമുക്ക് മലയാളത്തിൽ രണ്ടും കൽപ്പിച്ച് അല്ലെങ്കിൽ ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു നടൻ DQ തന്നെയാണ്. കാരണം അത്ര ആരാധകരുണ്ട്. ഇപ്പൊ ദുൽഖറിന്റെ വമ്പൻ തിരിച്ചുവരവ് എന്ന് പറയുന്നത് ദുൽഖർ എങ്ങും പോയിട്ടില്ല. എന്നാൽ പോലും കേരളത്തിൽ മലയാളത്തിലെ ആരാധകർ ദുൽഖറിന്റെ ഒരു ഗംഭീര ചിത്രത്തിന് വേണ്ടി അങ്ങ് വെയിറ്റ് ചെയ്യുകയാണ്. അന്നേരം വമ്പൻ ചിത്രങ്ങളാണ് ദുൽഖറിന് 2026 ഒരുങ്ങുന്നത്. ഇപ്പം തമിഴും തെലുങ്കും ചിത്രങ്ങൾ അവിടെ നിൽക്കട്ടെ, അത് ഇഷ്ടംപോലെ ചിത്രങ്ങളുണ്ട്. അതെല്ലാം അദ്ദേഹം ഉണ്ട്. ഹിന്ദിയിൽ കൽക്കിയുടെ രണ്ടാം ഭാഗം കൽക്കി 2 ഉണ്ട്. അതിനകത്ത് പ്രധാന കഥാപാത്രമാണ് രണ്ടാം ഭാഗത്തിൽ ദുൽഖർ. അന്നേരം തന്നെ ആലോചിക്കാം ഒരു പാൻ ഇന്ത്യൻ രീതിയിൽ എത്രമാത്രം ദുൽഖറിനെ ബോളിവുഡ് വരെ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളത്. പിന്നീട് ലോകയുടെ ആദ്യ ഭാഗം തന്നെ അതിഗംഭീരമായിരുന്നു. ഏറ്റവും കളക്ഷൻ നേടിയ മലയാള സിനിമയാണ്. ലോക 2-ൽ നായകൻ ടോവിനാണെങ്കിലും എക്സ്റ്റെൻഡഡ് ക്യാമിയ റോളിൽ ഒരു 3/4 മണിക്കൂറോളം വരുന്ന റോളിൽ ഏകദേശം ദുൽഖർ ഉണ്ടെന്നാണ്. സെപ്റ്റംബറിൽ അതിന്റെ ഷൂട്ടും അടുത്ത വർഷം അതിന്റെ റിലീസും ഉറപ്പാണ്. ലോക 2-ലെ മറ്റൊരു സന്തോഷം, മമ്മൂട്ടിയും ദുൽഖറും ഒന്നിക്കുന്ന ആദ്യത്തെ ചിത്രം. ഇത്രയും വർഷം ദുൽഖർ സിനിമ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ട് ഇതുവരെയും ഇവർ തമ്മിൽ ഒന്നിച്ചിട്ടില്ല. ഒരുമിക്കാനുള്ള ചാൻസ് വളരെ കൂടുതൽ. മൂത്തോൻ എന്ന് പറയുന്ന ക്യാരക്ടർ മമ്മൂട്ടി ചെയ്യുന്നിടത്തോളം കാലം എന്നാലും ഒന്നിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ലോക 2-ൽ. ഇനി നമ്മുടെ നഹാസ് RDXന്റെ സംവിധായകൻ, സൂപ്പർ മെഗാ ഹിറ്റ് ആക്കിയിട്ടുള്ള RDXന്റെ സംവിധായകൻ ദുൽഖറുമായിട്ട് ഒന്നിക്കുന്ന ചിത്രമാണ് നമ്മുടെ ഐ ആം ഗെയിം. ഇത് ഓണത്തിന് റിലീസ് കൺഫേംഡ് ആണ്. ഗംഭീര ക്യാൻവാസിലാണ് ഒരുക്കുന്നത്. ഈ ചിത്രം ഒരു ആവറേജിന് മുകളിൽ പോലും റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ അതിഗംഭീര വിജയമായിരിക്കും എന്നുള്ള സംശയം വേണ്ട. കാരണം എല്ലാ ഭാഷകളും തകർക്കും. അതുപോലൊരു സബ്ജക്റ്റാണ് കിട്ടിയിരിക്കുന്നത്. അത് ഗംഭീരമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ നമ്മുടെ നഹാസിന് സാധിച്ചാൽ ദുൽഖറിന്റെ എക്കാലത്തെയും മികച്ച, അല്ലെങ്കിൽ മലയാളത്തിൽ തന്നെ എക്കാലത്തെയും മികച്ച വിജയം കിട്ടുമെന്നുള്ള ഉറപ്പാണ്. കാരണം പാൻ ഇന്ത്യൻ രീതിയിലും നല്ല കളക്ഷൻ കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. പിന്നീട് വീണ്ടും അടുത്ത പ്രൊജക്റ്റുകൾ കേൾക്കുന്നത്, ഏറ്റവും പ്രധാന പ്രൊജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആവേശത്തിന്റെ സംവിധായകൻ ജിത്തു മാധവൻ ദുൽഖറുമായിട്ട് ഒന്നിക്കുന്നു എന്നുള്ളതാണ്. കൺഫേംഡ് അല്ലെങ്കിൽ പോലും ഒരു 90% സ്ട്രോങ് റൂമേഴ്സ് ആയിട്ടുള്ള വാർത്തയാണ്. അങ്ങനെയാണെങ്കിൽ ഇനി അങ്ങോട്ട് ദുൽഖറും തകർത്ത് വാരും മലയാള സിനിമയിലും. പാൻ ഇന്ത്യൻ രീതിയിൽ ദുൽഖർ സ്റ്റാർ തന്നെയാണ്.